ഇസ്മയിൽ ഇബിൻ ഷെരീഫ് 17-ാം നൂറ്റാണ്ടിൽ മൊറോക്കോ അടക്കി ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഇസ്മയിൽ ഷെരീഫ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ചരിത്രത്തിൽ എന്ന് പറയുന്നതിനേക്കാളുപരി ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ ജനിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ സുൽത്താൻ. 100-ലധികം ഭാര്യമാരിൽ നിന്നും മറ്റു അടിമ സ്ത്രീകളിൽ നിന്നുമായി 868 മക്കളാണ് ഇസ്മയിലിന് ഉണ്ടായിരുന്നത്. ഇസ്മയിലിന്റെ കീഴിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം അടിമ സ്ത്രീകളും യൂറോപ്പിൽ നിന്നും ഉള്ളവരായിരുന്നു. യൂറോപ്പിലെ പല നാടുകളും ആക്രമിച്ച ഇസ്മയിൽ അവിടെ നിന്നും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളെ തന്റെ കൊട്ടാരത്തിലേക്ക് അടിമസ്ത്രീകളായി കൊണ്ടുവന്നിരുന്നു. 1645-ൽ മൊറോക്കോയിലാണ് ഇസ്മയിൽ ഇബിൻ ഷെരീഫിന്റെ ജനനം. 1672-ൽ തന്റെ 26-ാം വയസ്സിലാണ് അദ്ദേഹം മൊറോക്കോയിലെ സുൽത്താനായി മാറുന്നത്. അലാവി രാജവംശമെന്നായിരുന്നു ഇവരുടെ വംശം അറിയപ്പെട്ടിരുന്നത്. ആ രാജവംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു ഇസ്മയിൽ. മൊറോക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭരണത്തിലിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. 55 വർഷത്തോളമാണ് ഇസ്മയിൽ മൊറോക്കോയെ അടക്കി ഭരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ സുൽത്താൻ പദവി അത്ര എളുപ്പമായ ഒരു കാര്യമായിരുന്നില്ല. ഇസ്മയിലിന്റെ അനന്തരവനായിരുന്ന മൗലെ അഹമ്മദ് ബെൻ മൊറോക്കൻ സുൽത്താനാകാനേറെ ആഗ്രഹിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ കലഹങ്ങളും പതിവായിരുന്നു. 1687-ൽ അഹമ്മദ് ബെൻ മരിക്കുന്നതുവരെയും ഇത് തുടർന്നു. മൊറോക്കൻ ഭരണാധികാരം പലരുടെയും ആഗ്രഹമായതിനാൽ തന്നെ തന്റെ പദവിക്ക് ഒരു കോട്ടവും തട്ടാതെ കാത്തുസൂക്ഷിക്കാൻ ഇസ്മയിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. തനിക്കെതിരെ ആരെങ്കിലും ഒന്ന് വിരൽ ചൂണ്ടിയാൽ അവരെ നിഷ്കരുണം കൊന്നുതള്ളാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകാലം മൊറോക്കോയിലെ ഒരു സുവർണ കാലമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ബ്ലാക്ക് സ്ക്വാഡ് എന്ന സ്പെഷ്യൽ സൈന്യം ഉൾപ്പെടെ ഒരു ശക്തമായ സൈന്യം തന്നെ അക്കാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അധികാരത്തിനായി കലഹങ്ങൾ പതിവായതിനാൽ തന്നെ തന്റെ പദവി നഷ്ടപ്പെടുമോ എന്ന് സുൽത്താൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടുതന്നെ ബ്ലാക്ക് സ്ക്വാഡുകളുടെ പ്രധാന പണി എന്നത് ഈ സുൽത്താന്റെ സംരക്ഷണമായിരുന്നു. തന്റെ ഈ പവർഫുള്ളായ സൈന്യത്തെ മുതൽക്കൂട്ടാക്കി നിരവധി യുദ്ധങ്ങൾ അദ്ദേഹം ജയിച്ചെങ്കിലും 1692-ൽ ഒട്ടോമൻ റീജൻസിക്കെതിരായുള്ള യുദ്ധത്തിൽ അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങളും കീഴടക്കിയ ഇസ്മയിൽ അവിടെയുണ്ടായിരുന്ന ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ തടവിലാക്കി. ശേഷമാണ് അവിടെ നിന്നും യൂറോപ്യൻ സ്ത്രീകളെ അടിമകളായി തട്ടിക്കൊണ്ടുപോയിരുന്നത്. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ത്രീകൾക്കെല്ലാം തന്നെ തന്റെ കൊട്ടാരത്തിൽ പ്രത്യേകം ഒരിടവും അദ്ദേഹം ഒരുക്കി വച്ചിരുന്നു. അടിമ സ്ത്രീകളായിരുന്നെങ്കിലും ഇവർ സമൂഹത്തിൽ വളരെയേറെ ഉന്നതർ തന്നെയായിരുന്നു. രാജാവിന്റെ സ്ത്രീകൾ എന്ന നിലയ്ക്ക് വേണ്ട എല്ലാ ബഹുമാനങ്ങളും അവർക്ക് കൊട്ടാരത്തിനകത്തുനിന്നും പുറത്തുനിന്നും ലഭിച്ചിരുന്നു. എങ്കിലും ലൈംഗിക അടിമകളായി സുൽത്താനെ പരിചരിക്കേണ്ട ഒരു ഗതികേടായിരുന്നു ഇത്തരം സ്ത്രീകൾക്ക്. അവർക്ക് വേറെ വഴികളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒന്നല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ അടിമ എന്നീ 2 ഓപ്ഷനുകൾ മാത്രമേ അവരുടെ മുൻപിലുണ്ടായിരുന്നുള്ളൂ. ഇത്രയും സ്ത്രീകളിൽ നിന്നും ഇത്രയേറെ കുട്ടികളുണ്ടാക്കിയ ഇസ്മയിൽ എല്ലാവരെയും തന്റെ മക്കളായി തന്നെയാണ് അംഗീകരിച്ചിരുന്നത്. മുതിർന്ന തന്റെ കുട്ടികളെ കൊട്ടാരത്തിലെ പല കാര്യങ്ങളിലും ഇടപെടാനുള്ള അധികാരവും സുൽത്താൻ നൽകിയിരുന്നു. അതായത് അക്കാലത്ത് മൊറോക്കോയെ ഭരിച്ചിരുന്നത് ഇസ്മയിലും അദ്ദേഹത്തിന്റെ മക്കളും കൂടിയായിരുന്നു. സുൽത്താൻ ഇസ്മയിൽ ഒരു സംശയരോഗി കൂടിയായിരുന്നു. ഇത്രയധികം സ്ത്രീകൾ തനിക്ക് സ്വന്തമായുണ്ടായിരുന്നിട്ടും അവരെയെല്ലാം പലപ്പോഴായി അദ്ദേഹത്തിനു സംശയമായിരുന്നു. തന്നെ കൂടാതെ മറ്റൊരു പുരുഷന്റെ മുഖത്ത് നോക്കാൻ പോലും ഈ സ്ത്രീകൾക്കവിടെ അനുവാദമുണ്ടായിരുന്നില്ല. ക്യാമറകളെ പോലെ അവരെ നിരീക്ഷിക്കാനായി ചാരന്മാരെ പോലും സുൽത്താൻ അന്ന് ഏർപ്പാടാക്കിയിരുന്നു. കൂടാതെ പല വിചിത്ര നിയമങ്ങളും അനുസരിച്ചാണ് ഈ സ്ത്രീകൾ അവിടെ കഴിഞ്ഞിരുന്നതും. എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നോക്കണമെന്ന് തുടങ്ങി ഓരോ കാര്യത്തിലും കർക്കശമായ നിയമങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. തന്റെ ഈ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ വളരെ ക്രൂരമായ ശിക്ഷയാണ് ഓരോ സ്ത്രീകൾക്കും അനുഭവിക്കേണ്ടി വരിക. ഇത്തരം നിയമലംഘനം നടത്തുന്ന സ്ത്രീകളെ ചങ്ങലക്കിട്ട് കൊട്ടാരത്തിലെ ഒരു ഇരുണ്ട ജയിലിലടച്ചിരുന്നു ഇസ്മയിൽ. തങ്ങളുടെ മരണം വരെയും അവർക്ക് ഇരുണ്ടറയിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നു. അവരോട് ഒരു തരി ദയയും അദ്ദേഹം കാണിച്ചിരുന്നില്ല. ഇത്തരം നിയമലംഘനങ്ങൾ ചിലപ്പോൾ സത്യമോ ആരോപണമോ ആയിരിക്കാം. എങ്കിലും ഇതിന്റെ ഫലമനുഭവിക്കേണ്ടി വരുന്നത് ഈ സ്ത്രീകളായിരുന്നു. ഒരിക്കൽ കുറച്ച് അടിമ സ്ത്രീകൾ ഇസ്മയിലിനെ കുറിച്ച് കുറ്റം പറഞ്ഞെന്ന വാർത്ത അദ്ദേഹത്തിന്റെ ചെവിയിലെത്തി. വാർത്ത കേട്ട് രോക്ഷാകുലനായ അദ്ദേഹം അവരെയെല്ലാം വിളിച്ചുവരുത്തി വിചാരണ ചെയ്ത ശേഷം പരസ്യമായി എല്ലാവരെയും നിഷ്കരുണം തലയറുത്ത് കൊലപ്പെടുത്തുകയാണുണ്ടായത്. മറ്റൊരിക്കൽ ഒരു അടിമ സ്ത്രീ സുൽത്താനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന വാർത്ത ചാരന്മാർ വഴി സുൽത്താൻ അറിഞ്ഞു. എന്നാൽ ഈ ആരോപണത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ അവരെ കൊല്ലാനായി സുൽത്താൻ തീരുമാനിച്ചു. താൻ അങ്ങനെ ഒരു പ്ലാനിങ്ങും നടത്തിയിട്ടില്ലെന്ന് ആ സ്ത്രീ സുൽത്താനോടായി കരഞ്ഞു പറഞ്ഞിട്ടും അത് മുഖവിലക്കെടുക്കാതെ അവരെ അദ്ദേഹം നിഷ്കരുണം കൊന്നുകളഞ്ഞു.
തന്റെ നൂറുകണക്കിന് സ്ത്രീകളിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ ലല്ല ആയിഷ എന്ന സ്ത്രീയായിരുന്നു. വളരെ സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്നു ലല്ല. അവളോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ കുറച്ച് മുൻഗണനയും ലല്ലയ്ക്ക് സുൽത്താൻ നൽകിയിരുന്നു. എങ്കിലും തന്റെ കൈവശമുള്ള എല്ലാ സ്ത്രീകളെയും അദ്ദേഹം എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. സ്ത്രീകളോട് അതിയായ ഒരു ഭ്രമം സുൽത്താൻ ഇസ്മയിലിനുണ്ടായിരുന്നു. തന്റെ കണ്ണിൽപ്പെടുന്ന മിക്ക സ്ത്രീകളെയും ലൈംഗിക അടിമകളാക്കാൻ അദ്ദേഹത്തിനു പ്രത്യേക താല്പര്യമായിരുന്നു. എതിർക്കുന്ന സ്ത്രീകളെ പിടികൂടി കൊണ്ടുപോകാനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന സ്ത്രീകൾക്കു വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും ഇസ്മയിൽ നൽകിയിരുന്നു. എങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു ജീവിതമില്ലാത്ത തടവറയാണെന്ന് തന്നെ പറയാം. സ്ത്രീ സൗന്ദര്യത്തോട് ഇത്രയേറെ താല്പര്യമുണ്ടായിരുന്നെങ്കിലും സംശയം തോന്നുന്നവരെ ഒരു ദയയും കൂടാതെ കൊന്നു തള്ളാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഇതുപോലെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ അദ്ദേഹം അടിമയാക്കി പിടിച്ചുകൊണ്ടു പോകുകയുണ്ടായി. എന്നാൽ സുൽത്താന് വഴങ്ങാൻ അവൾ തയ്യാറായില്ല. പലതവണ സുൽത്താൻ അവളോടടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിനു തയ്യാറാവാത്തതിനാൽ തന്നെ കൊട്ടാരത്തിനു മുൻപിലായി ഒരു പക്ഷിക്കൂട് പോലൊരു കൂട് സുൽത്താൻ സ്ഥാപിച്ചു. തുടർന്ന് ഈ സ്ത്രീയെ ആ കൂടിനുള്ളിൽ അവളുടെ ജീവിതകാലം വരെ തടവിലാക്കുകയും ചെയ്തു. അവൾ തന്റെ വഴിക്ക് വരുന്നതുവരെ അവളെ കൂട്ടിലടയ്ക്കാനായിരുന്നു ഇസ്മയിലിന്റെ തീരുമാനമെങ്കിൽ അവൾ അവളുടെ മരണം വരെയും അതിനു വഴങ്ങിയില്ല. ഒരു കൂട്ടിലടച്ച പക്ഷിയെപ്പോലെ തന്റെ ജീവിതകാലം മുഴുവൻ അവൾക്കവിടെ കഴിയേണ്ടി വന്നു. ഒടുവിൽ ആ കൂട്ടിൽ കിടന്നു തന്നെ അവൾ മരിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ കാര്യത്തിൽ സുൽത്താൻ ഇസ്മയിൽ ഒരു കൊടും ക്രൂരനായിരുന്നെങ്കിലും മൊറോക്കോ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. തന്റെ രാജ്യത്തിന്റെ വികസനത്തിനായി പലതരം പദ്ധതികളും അദ്ദേഹം ആ കാലത്ത് നടപ്പിലാക്കിയിരുന്നു. കൂടാതെ ഫ്രാൻസുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നതിനാൽ തന്നെ ബാഹ്യശക്തികളിൽ നിന്നും തന്റെ രാജ്യത്തെ സംരക്ഷിക്കാനും ഇസ്മയിലിനു സാധിച്ചു. ഒരു ഭാഗത്ത് അദ്ദേഹം ശക്തനായ നല്ലൊരു ഭരണാധികാരിയായിരുന്നെങ്കിലും മറുഭാഗത്ത് അദ്ദേഹം സ്ത്രീകളോട് ചെയ്ത കൊടും ക്രൂരതകൾ അദ്ദേഹത്തിനേറ്റ ഒരു നെഗറ്റീവാണെന്നു തന്നെ നമുക്ക് പറയേണ്ടതായി വരും. അങ്ങനെ തന്റെ നീണ്ട 55 വർഷത്തെ ഭരണത്തിനൊടുവിൽ 1727 തന്റെ 80-ാം വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം മൊറോക്കോയുടെ അവസ്ഥ തീർത്തും പരിതാപകരമായിരുന്നു. ഭരണത്തിനായി അദ്ദേഹത്തിന്റെ മക്കൾ തമ്മിൽ നിരന്തരം കലഹങ്ങൾ പതിവായിരുന്നു. ഒടുവിൽ 1727 തന്നെ മുല്ല അഹമ്മദ് എന്ന അദ്ദേഹത്തിന്റെ മകൻ സുൽത്താനായെങ്കിലും വേണ്ട വിധത്തിൽ ഭരണം നടത്താൻ അദ്ദേഹത്തിനു കഴിഞ്ഞില്ല. സഹോദരങ്ങളുമായുള്ള ഭരണവഴക്കുമൂലം ഒരു വർഷം മാത്രമേ അധികാരത്തിലിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. സഹോദരങ്ങളുമായുണ്ടായ നിരന്തരമായ കലാപത്തെ തുടർന്ന് 1728 അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായത്. ശേഷം അദ്ദേഹത്തിന്റെ സഹോദരനായ മുല്ല അബ്ദുള്ള മൊറോക്കോയുടെ സുൽത്താൻ പദവിയിലേക്ക് എത്തിച്ചേർന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണവും തീർത്തും അരാജകത്വം നിറഞ്ഞതായിരുന്നു. തന്റെ പിതാവിന്റേതുപോലൊരു ഭരണം നിലനിർത്താൻ അദ്ദേഹത്തിന്റെ മക്കൾക്കൊന്നും തന്നെ സാധിച്ചില്ല. പിന്നീട് 1757 അധികാരത്തിൽ വന്ന അദ്ദേഹത്തിന്റെ കൊച്ചുമകനായ മുഹമ്മദ് മൂന്നാമനാണ് മൊറോക്കോയെ വീണ്ടും വളർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. മുഹമ്മദ് മൂന്നാമൻ ഒരു മികച്ച സുൽത്താനായിരുന്നു. തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്കുമെല്ലാമായി അദ്ദേഹം നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും മൊറോക്കോയുടെ ഒരു മികച്ച ഭരണാധികാരിയായി മാറുകയും ചെയ്തു. ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.